ഈ രാമലീല ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ നിന്ന് കരഞ്ഞോ? അത് കരഞ്ഞു. എന്തായിരുന്നു ആ ഫീല്? അത് കാരണം രാമലീല ഭയങ്കര എനിക്ക് പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കാരണം രാമലീല നടന്ന് ഷൂട്ടിംഗ് എല്ലാം, കാരണം ആ ടൈമിലാണ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവണതും കുറേ കാര്യങ്ങളുണ്ടാവണം. അത് ഈ പറയുന്ന പോലെ ചേട്ടൻ അറസ്റ്റിലായി കഴിഞ്ഞപ്പോഴും ഞാൻ ജയിലിൽ പോയി കണ്ടിരുന്നു. അപ്പോഴും ആ സമയത്തൊക്കെ അങ്ങനെ ആൾക്കാർക്ക് അലൗഡ് ആയിരുന്നോ? അലോഡായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ അലോഡ് കൊടുത്തിട്ടുണ്ടായുള്ളൂ. അങ്ങനെ എല്ലാവർക്കും, കാരണം റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ കയറാവുന്ന അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ കയറിയത്. കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഒരു റൂം, ഇവിടെ ഒരു കോൺസ്റ്റബിൾ, ചുറ്റും 2-3 ക്യാമറാസ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ വരൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞങ്ങളൊരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും വെള്ളമുണ്ട്. എനിക്ക് വെച്ചാൽ ഞാനിതായതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഈ ഡ്രസ്സിൻ്റെ കാര്യം ഓർമ്മ വരിക. അപ്പം എന്നോട് വന്നിട്ട് ഫസ്റ്റ് ചോദിച്ചത്, എന്താടാ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനും ഓക്കെ അല്ലേന്ന്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കേട്ടാ കുഴപ്പമൊന്നുമില്ല, നീ ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൈസയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പറഞ്ഞു. കാരണം അവിടെ ലൈഫ് എന്താവുമെന്ന് പോലും അറിയില്ല. ആ സിറ്റുവേഷനിൽ എന്നോട് ഇത് പറയണേ, നീ ഓക്കെ ആണോടാ? എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം അവിടെ ഒരു ലൈഫ് എന്താവും അറിയാത്ത സിറ്റുവേഷനിൽ നീ ഓക്കെ ആണോ എന്നാണ് ചോദിച്ചേ. അതെനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല.